അങ്ങനെ ഇന്നാണ് ഇക്കാക്കാൻ്റെ ബർത്ത്ഡേ. ഒരു മാസം ഞാൻ കുത്തിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ സർപ്രൈസസ് ആണ് കേട്ടോ. ഒരു ഡേ മൊത്തം എന്തെങ്കിലും കൊടുക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാനിങ്. അന്ന് മോർണിംഗ് തൊട്ട് ഞാൻ തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളൊരു കേക്ക് മേക്കറാണ്. നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേക്കും ഗിഫ്റ്റൊക്കെ കൊണ്ടുകൊടുക്കുമ്പോൾ ആൾക്കാർ ഷോക്ക് ആവുന്നത്. ആ ഒരു ഇമേജ് ആയിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവളോട് ചോദിച്ചു, ഈ നാട്ടിലാണോ? ഹേയ് അല്ല, നാട്ടിലാവണമെന്നൊന്നുമില്ലല്ലോ നമ്മൾ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓളും ഓളെ ഹസ്ബൻഡൊക്കെ പോയി കസ്റ്റമറെ പോലെ സ്പെക്സ് ഒക്കെ നോക്കി പിന്നെ ലാസ്റ്റ് വിഷ് ചെയ്തു. ആൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ. അങ്ങനെ ആദ്യത്തെ കഴിഞ്ഞു. ഇനി ഈവനിങ്. ഇത് എനിക്ക് ഇത്തിരി ടാസ്കുള്ള കാര്യമായിരുന്നു. സംഭവം കുറച്ച് ഭയങ്കരയാണ്, എന്നാലും രസമായിരിക്കും തോന്നി. കുറച്ച് സ്ട്രേഞ്ചേഴ്സിന് റോസ് ഫ്ലവർ ഒക്കെ കൊടുത്ത് ഇക്കാക്കനെ പോയി വിഷ് ചെയ്യാനായിരുന്നു. ടാസ്ക് ആണ്, ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഒപ്പിക്കണ്ടേ. പക്ഷെ ഞാൻ ചോദിച്ചാൽ എല്ലാവരും പോയി വിഷ് ചെയ്തിരുന്നു കേട്ടോ. കണ്ടോ ആള് ബ്ലഷ് ആയത് കണ്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ വക ഒരു കുട്ടി ഗിഫ്റ്റും കൊടുത്തു. ഇനിയാണ് മെയിൻ സർപ്രൈസ്. ഇതെനിക്ക് ആലോചിക്കാൻ ഒട്ടും ടൈം എടുത്തിട്ടില്ല. ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്നേഹാലയം കേട്ടോ. 47 കുട്ടികൾക്ക് ഫുഡും ഡ്രസ്സും ചികിത്സയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് ഇക്കാക്കാൻ്റെ പേരിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ കേക്കും ഫുഡൊക്കെ കൊടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇവരെ കോൺടാക്റ്റ് എനിക്ക് കിട്ടിയതും ഒരു വീഡിയോ ത്രൂ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ തോന്നിയാൽ അത് നല്ലതല്ലേ. അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അവരെ ID ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അങ്ങനെ സ്പെഷ്യൽ ഡേ ആവണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങനെ അന്നത്തെ ദിവസം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അടിപൊളിയാക്കി.